ഹലോ ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനി ലേറ്റസ്റ്റ് റിവ്യൂ. രഞ്ജിനി മാഡം ചന്ദ്രബോസിനോട് പറയുക, പ്രോട്ടോക്കോൾ അനുസരിച്ച് നിങ്ങളുടെ ഒരു ചോദ്യത്തിന് മറുപടി പറയേണ്ട കാര്യം എനിക്കില്ല. എങ്കിലും വേണമെങ്കിൽ ഞാൻ പറയാം, കുറേ അധികം നാളുകൊണ്ട് നിങ്ങൾ അറിയാതെ തന്നെ ഞങ്ങൾ ഇവനെ നിരീക്ഷിക്കുമായിരുന്നു. ഇവിടെ വന്നിട്ടുള്ള ഇവൻ്റെ സഹായികളൊക്കെ സകലരും ഞങ്ങളുടെ നോട്ടപ്പുള്ളികളുമാണ്. ചന്ദ്രബോസ് അതുകൊണ്ട് കൂടുതൽ വലിയ ആളൊന്നും ആകാതെ പഞ്ചപുച്ഛം അടക്കി നിന്ന് ഞാനെന്ന് പറഞ്ഞില്ലേ രാമനാരായണ എന്നും പറഞ്ഞു നിന്നാൽ ഒരു പക്ഷേ കൂട്ടുപ്രതിയാകാതെ രക്ഷപ്പെടാം. ഇനി അതുമല്ല, ഇവനെ രക്ഷപ്പെടുത്തിയേ മതിയാവൂവെന്ന് വിചാരിച്ചേ ജീപ്പിന് മുന്നിൽ വട്ടം കിടക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ യൂണിഫോമിൻ്റെ പവർ കാണിക്കേണ്ടി വരും. എന്ത് വേണമെന്നേ ഇനി ചന്ദ്രബോസിന് തന്നെ അങ്ങ് തീരുമാനിക്കാം. പെട്ടെന്ന് ചന്ദ്രബോസ് പഞ്ചപുച്ഛമല്ല, അവനെല്ലാം അടക്കിയിട്ട് പെട്ടെന്ന് പറയുക, ഓക്കെ മാഡം, ഞാൻ ഓക്കെ ആയി. പെർഫെക്റ്റായിട്ട് ഓക്കെ ആയതാണോ? അതേ മാഡം, എങ്കിൽ ഞാനും ഓക്കെ ആയി. അപ്പോൾ എനിക്കിവനെ ഇവിടുന്ന് കൊണ്ടുപോകാമല്ലോ. തീർച്ചയായിട്ടും കൊണ്ടുപോകാം മേഡം എന്നിങ്ങനെ ചന്ദ്രബോസ് പറഞ്ഞപ്പോൾ രോഹിത് അങ്ങ് ഞെട്ടിപ്പോയി. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ചന്ദ്രബോസ് ഇങ്ങനെ പറയുമെന്ന്. സുസ്മിതയും വന്ന് ഇതൊക്കെ കണ്ട് വിഷമിച്ച് നിൽക്കുവാണ്. രോഹിത് ഇങ്ങനെ ചന്ദ്രബോസിനെ തുറിച്ചു നോക്കുന്നത് കണ്ട് ചന്ദ്രബോസും ഇങ്ങനെ അവനെ ഒരു വല്ലാത്ത ഇളിച്ച നോട്ടത്തിൽ ചന്ദ്രബോസ് നോക്കുവാണ്. എങ്കിൽ ഇവനെ വലിച്ച് കയറ്റടോ ജീപ്പിലോട്ട്. ഭാവിയിലെ കേരള ബീവറേജിനെ സഹായിക്കേണ്ട ആളാ ഇവൻ. അങ്ങനെ വന്ന പോലീസുകാർ രോഹിത്തിൻ്റെ കയ്യിൽ വിലങ്ങണിയിച്ചങ്ങ് ജീപ്പിൽ കൊണ്ടുപോവാണ്. വലിയ വീരവാദം മുഴക്കിക്കൊണ്ട് വന്നതായിരുന്നു ചന്ദ്രബോസ്. പുലിയെപ്പോലെ വന്ന ചന്ദ്രബോസ് അങ്ങ് എലിയായിപ്പോയി. അവന് സഹിക്കാൻ പറ്റാഞ്ഞിട്ട് തലയിൽ നിന്ന് തൊപ്പിയെടുത്തിട്ട് ഛേ എന്നും പറഞ്ഞ് അങ്ങോട്ട് എറിയുവാണ്. സുസ്മിത വന്നിട്ട് ചന്ദ്രബോസിനോട് ചോദിക്കുന്നത്, എന്താ ചിറ്റപ്പാ ഇതെങ്ങനെയൊന്ന് അവസാനിപ്പിക്കുന്നത്? ചന്ദ്രബോസ് ദേഷ്യത്തോടെ, എടി നീ ആ പെണ്ണുമ്പിള്ള പറഞ്ഞതൊന്നും കേട്ടില്ലയോ? ഞാനും നോട്ടപ്പുള്ളിയാണെന്ന്. ആ കിഴങ്ങ് മണ്ടനോട് ഞാൻ അന്നേ പറഞ്ഞതാ, ശാലിനിയെ കസേരയിൽ തിരിച്ചു വന്നിരിക്കുമ്പോൾ പണി പാലും വെള്ളത്തിൽ കിട്ടുമെന്ന്. ഇപ്പോൾ നല്ല ബേഷായിട്ട് കിട്ടിയല്ലോ. അപ്പോൾ ശാലിനി പണി തുടങ്ങിയല്ലോ ചിറ്റപ്പാ. ഇനി ഉടനെ നമുക്കും അറസ്റ്റ് ഉണ്ടെന്നുള്ള മുന്നറിയിപ്പാണ്. ഒരുങ്ങിയിരുന്നോ, അടുത്ത വണ്ടിക്ക് പോകാമെന്നുള്ള മുന്നറിയിപ്പ്. ശാലിനിയുടെ മുന്നിൽ എപ്പോഴും തോക്കുവാണല്ലോ എന്ന് ചിന്തിച്ച് ചന്ദ്രബോസിന് കലി അടങ്ങുന്നില്ല. സുബൈർ ഖാൻ എന്ന് ചായ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവാണ്. അപ്പോഴൊരു കാർ അങ്ങോട്ട് വരുന്നുണ്ട്. അതിൽ നിന്ന് സുബൈർ ഖായുടെ പെങ്ങളും നസീർ ഇറങ്ങി വരുന്നുണ്ട്. സുബൈർ ഖായുടെ പെങ്ങൾ വന്നിട്ട് ചോദിക്കുന്നത്, ഇത് കൊള്ളാമല്ലോ, കെട്ടിക്കാൻ പോകുന്ന ഒരു പെണ്ണുണ്ടായിട്ട് ഇപ്പോഴും എൻ്റെ ഇക്കാക്ക തന്നെ ചായ ഇട്ട് കുടിക്കണമല്ലോ. ഇക്കാക്ക ഇങ്ങോട്ട് മാറി നിൽക്ക്, ഞാൻ ഉണ്ടാക്കി തരാം. അല്ല, നൂർജഹാൻ എന്തിയേ? അവളെങ്ങോട്ട് പോയി? അത് അവൾ ഇവിടെ എവിടെയെങ്കിലും കാണും. നിൽക്കുന്ന നിൽപ്പിൽ തന്നെ അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ മാറും. അവൾ എവിടെ പോയാലും പോകുന്നതിന് മുമ്പ് ഒരു ചായ ഇട്ട് തന്നിട്ട് പോയിക്കൂടായോ? നീ ഒറ്റയ്ക്കാണോ വന്ന്? ഇല്ല, നസീറും ഉണ്ട്. എന്നിട്ട് അവനെന്തിയേ? അവൻ നൂർജഹാനെ തപ്പി അവിടെയൊക്കെ നടക്കുന്നുണ്ടാവും. നസീർ ഇങ്ങോട്ട് വന്നിട്ട് ചോദിക്കുന്നു, മാമ നൂർജഹാൻ എവിടെ? ഈ വീട്ടിൽ നിൽക്കാതെ അവൾ എങ്ങോട്ടാണ് ഈ ഓടിപ്പോകുന്നത്? അല്ല, ഇക്ക എന്താ അവളെ കയറൂരി വിട്ടിരിക്കുവാണോ? ഇക്കയോട് പറയാതാണ് അവൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നത്. അവളെങ്ങും പോയി കാണില്ല. നമ്മുടെ പഴയ തറവാട്ടിലോട്ട് പോയിട്ടുണ്ടാവും. അവിടെയുള്ള വാടകക്കാരുമായിട്ട് അവൾ നല്ല ചങ്ങാത്തത്തിലാണ്. അവിടെ ഈ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുന്നേ ഒരു ചെറിയ യൂണിറ്റ് ഉണ്ട്. ഇവള് പോയി അതും ഇതൊക്കെ നോക്കി അവിടെ സംസാരിച്ചങ്ങ് ഇരിക്കും. നസീറോടനെ ദേഷ്യത്തോടെ പറയാ, അവളെ ആ വീട്ടിലോട്ട് വിടരുതെന്ന് ഞാൻ മാമയോട് എത്ര പ്രാവശ്യം പറഞ്ഞതാ. എടാ നസീറെ, അവള് പോകുന്നതിൻ്റെയൊക്കെ പിന്നാലെ എനിക്ക് നടക്കാൻ പറ്റുമോ? ഇക്കാക്ക മറ്റൊന്നും വിചാരിക്കരുത്. ഞാനൊരു കാര്യം പറയാം. ഇവന് വേണ്ടി പറഞ്ഞു വെച്ചിരിക്കുന്ന പെണ്ണാ അവള്. ഇവന് ഇഷ്ടമില്ലാത്തടത്ത് പോകണ്ടെന്ന് പറഞ്ഞാൽ അവള് പോകരുത്. അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട കടമ ഇക്കയ്ക്കുള്ളതാ. സുബൈദ കൂടി വന്നാൽ 1 മാസം കൂടെ ഇവളിങ്ങനെ കളിച്ചും ചിരിച്ചുമൊക്കെ നടക്കത്തുള്ളൂ. അത് കഴിഞ്ഞാൽ അവൾ പിന്നെ പഠിക്കാനായിട്ട് പോകുമല്ലോ. ഇപ്പോൾ എൻട്രൻസും കിട്ടിയത് കൊണ്ട് അഡ്മിഷൻ കിട്ടാൻ ഒരു പാടും ഉണ്ടാവില്ല. ഇക്ക എന്തുവാ പറയുന്നത്? നൂറിനെ പഠിപ്പിക്കാൻ പോവാണോ? അപ്പോൾ ഇവരുടെ നിക്കാഹ് പിന്നെ എപ്പോൾ നടത്താനാ പ്ലാന്? അവൾക്കിപ്പോൾ പഠിക്കണമെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പഠിത്തം നടക്കട്ടെ, അത് കഴിഞ്ഞ് മതി ബാക്കിയല്ല. ഇതുവരെ മാമ ഇങ്ങനല്ലായിരുന്നല്ലോ മാമൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതിപ്പം ഈ മനംമാറ്റത്തിൻ്റെ കാര്യമൊക്കെ എനിക്കറിയാം. ആ വാടക വീട്ടുകാരെ മാമയെ പറഞ്ഞ് നിർബന്ധിച്ചതാ. ഇടാ നസീറെ, ഇത് നൂർജഹാൻ്റെ തീരുമാനമാണ്. ഇപ്പോൾ അവൾക്ക് നിക്കാഹ് വേണ്ടാന്ന് പറഞ്ഞതും അവൾ തന്നെ. ഉമ്മ, ഈ മാമ വെറുതെ വീണെടുത്ത് കിടന്ന് ഉരുണ്ട് കളിക്കുക കേട്ടോ. ആ വാടക വീടേ എൻ്റെ ഉപ്പുപ്പാൻ്റെ വീടാ. എനിക്ക് കൂടെ അവകാശമുള്ള വീടാ അത്. അവരെ അവിടുന്ന് മാമ ഒഴിവാക്കുവോ അതോ ഞാൻ ഒഴിവാക്കണോ? സുബൈദ പറയുക, എന്തിനാ ഇക്ക ഈ വല്ലാത്ത പൊല്ലാപ്പിനൊക്കെ പോകുന്നത്? അവിടുത്തെ വാടക കിട്ടിയിട്ട് വേണോ ഇവിടെ വല്ലതൊക്കെ ഉണ്ടാക്കാൻ? നമുക്ക് പറ്റുന്ന ആൾക്കാരല്ലെങ്കിൽ അവരെ അങ്ങ് ഒഴിവാക്കി വിട്. നമ്മുടെ മക്കളുടെ സന്തോഷമല്ലേ നമുക്ക് വലുത്. നസീറെ, ഇക്കാടെ പെങ്ങളുടെ മകൻ മാത്രമല്ല, ഇക്കാടെ മകളെ കെട്ടാൻ വന്ന പുയ്യാപ്പള കൂടിയാ. ആ സ്ഥിതിക്ക് അവൻ പറയുന്നതൊക്കെ ഇക്കാക്ക കേൾക്കണം.
ഇക്കാക്കയും നൂർജഹാനും അവൻ പറയുന്നത് കേട്ടാൽ മതി. സുബൈർക്ക് പറയാ, എടാ നസീറെ, നീയായിട്ടും അവിടെ ഒന്നും ചെയ്യാൻ പോയേക്കരുത്. അങ്ങനെ ചെയ്താലേ അതിൻ്റെ നാണക്കേട് എനിക്കാ. അതിന് മാമ എനിക്ക് വാഗൊണ്ടേ മര്യാദയ്ക്ക് സംസാരിക്കണമെന്നും അറിയത്തില്ല. ഇനി മാമ പറഞ്ഞിട്ടും കേട്ടില്ലെങ്കിലേ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. അത് ഞാൻ നല്ല വെടിപ്പായിട്ടങ്ങ് ചെയ്യുകയും ചെയ്യും എന്നും പറഞ്ഞ് അവൻ ദേഷ്യത്തിൽ കാറും എടുത്തുകൊണ്ട് പോവാണ്. നൂർജഹാനെ തിരക്കി സത്യാമ്മയുടെ വീട്ടിൽ ചെന്ന് അവിടെ ഇട്ട് വഴക്ക് പറയാൻ അവൻ്റെ പോക്കെന്ന് തോന്നുന്നു. നമ്മുടെ ശാരദാമ്മ കുടുംബശ്രീ ഹോട്ടലിൽ എന്തൊക്കെയോ പാചകം ചെയ്തുകൊണ്ടിരിക്കുവാണ്. ആ സമയത്ത് കുറുപ്പ് സാർ അങ്ങോട്ട് വരുന്നുണ്ട്. ശാരദാമ്മയുടെ ബുദ്ധിമുട്ട് കണ്ടിട്ട് കുറുപ്പ് സാർ പറയുന്നു, ശാന്ത വരാത്ത സ്ഥിതിക്ക് കടയിൽ വേറെ ആരെങ്കിലും സഹായത്തിന് വെക്കാൻ വയ്യായോ ശാരദാമ്മേ? എന്തിനാ ഇങ്ങനെ ഒറ്റയ്ക്ക് കിടന്ന് കഷ്ടപ്പെടുന്നത്? ഒരു കൈസഹായത്തിന് ഒരാളെ കൂടെ കിട്ടിയാൽ ജോലി എളുപ്പമാകുമെന്ന് മാത്രമല്ല, മാനസിക പിരിമുറുക്കവും മാറിക്കിട്ടും. ഒന്നുമില്ലെങ്കിലും ഇടയ്ക്കൊന്ന് നടുനിവർത്താനെങ്കിലും സമയം കിട്ടുമല്ലോ. രാജി വരുന്നതാ കുറുപ്പ് സാറെ സഹായിക്കാൻ. ഇന്ന് അവൾക്ക് എന്തോ ബാങ്കിൽ പോകേണ്ട ആവശ്യമുണ്ട്. അതാ അവളിന്ന് വരാഞ്ഞത്. ആരൊക്കെ ഉണ്ടായാലും ശാരദാമ്മ ശാന്തയെപ്പോലെ ആവില്ല. ശാന്ത ശാരദാമ്മയുടെ ഒരു റൈറ്റ് ഹാൻഡ് തന്നെ ആയിരുന്നു. അതിനെന്താ കുറുപ്പ് സാറേ, കുറച്ചുകൂടെ ഒന്ന് കഴിയട്ടെ. ആ റൈറ്റ് ഹാൻഡിനെ തന്നെ നമുക്കിവിടെ തിരിച്ചെത്തിക്കാം. പിന്നെ ഊണ് സമയമാകുമ്പോൾ മക്കൾ ആരെങ്കിലും ഒന്ന് കൈസഹായത്തിനൊക്കെ വരും. അയ്യോ കുറുപ്പ് സാറിന് ഞാൻ ചായ എടുത്തില്ല. വേണ്ട ശാരദാമ്മേ, മധുരം ഒട്ടും പാടില്ലെന്ന് ഡോക്ടറെ പറഞ്ഞതുകൊണ്ട് ചായയോട് തന്നെയുള്ള ഇഷ്ടം അങ്ങ് പോയി. പിന്നെ ശാരദാമ്മേ, ഫുഡ് കോമ്പറ്റീഷൻ്റെ ജഡ്ജ്മെൻ്റ് ഉണ്ടായിരുന്നല്ലോ, അത് തെറ്റായിരുന്നു. പാചകത്തിൻ്റെ എട്ടും പൊട്ടും അറിയാത്ത സത്യാമ്മയ്ക്ക് 1ാം സമ്മാനം കരസ്ഥമാക്കുക എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെ സംഭവിക്കും? എനിക്ക് ബലമായ സംശയമുണ്ട് ശാരദാമ്മേ. അവിടെ എന്തൊക്കെയോ തിരിമറികൾ നടന്നിട്ടുണ്ട്. ആ സംഭവത്തിന് ശേഷം സാബു വർഗീസ് എന്നെ പലതവണ വിളിച്ചു. ഞാൻ പക്ഷേ ഫോൺ എടുത്തില്ല. എൻ്റെ കുറുപ്പ് സാറേ, അതൊക്കെ കഴിഞ്ഞില്ലേ. ശാരദാമ്മ എന്നിട്ട് സത്യമൊന്നും പറയുന്നില്ല കേട്ടോ. അതിൻ്റെ പേരും പറഞ്ഞേ സാബു വർഗീസ് സാറിൻ്റെ ഫ്രണ്ട്ഷിപ്പ് എന്തിനാ വെറുതെ വേണ്ടാന്ന് വെക്കുന്നത്? എനിക്ക് നല്ല വിശ്വാസമായിരുന്നു ഈ കോമ്പറ്റീഷനിൽ ശാരദാമ്മയും ജയിക്കത്തുള്ളെന്ന്. ആ വിശ്വാസമാണ് ഇതിൽ തകർന്നു പോയത്. അപ്പോൾ സത്യമോളും പപ്പിമോളും നല്ലതുപോലെ ഒരുങ്ങി അങ്ങോട്ട് വരുന്നുണ്ട്. കുറുപ്പ് സാറ് ചോദിക്കുന്നു, ആ സുന്ദരി കുട്ടികൾ ഇവിടെ ഉണ്ടായിരുന്നോ? ആ ഞങ്ങളിവിടെ ഉണ്ടായിരുന്നു. ശാരദാമ്മ ചോദിക്കുന്നു, ഒരുങ്ങിയത് എവിടെ പോവാനാ പ്ലാന്? അതെ, അച്ഛൻ വരുന്നുണ്ട്. അച്ഛനാ പറഞ്ഞു ഒരുങ്ങി നിൽക്കാൻ. ഞങ്ങളെങ്ങോട്ട് പുറത്ത് പോകുന്നുണ്ടെന്ന് പറഞ്ഞു. അമ്മയും റെഡിയാകുന്നുണ്ട്. അപ്പോഴങ്ങോട്ടൊരു ഓട്ടോ സ്പീഡിൽ വരുന്നുണ്ട്. ഇതേതാ ഈ ഓട്ടോ? ഒരു പുതിയ ഓട്ടോയാണല്ലോ എന്നൊക്കെ ഇങ്ങനെ ശാരദാമ്മ നോക്കി പറയുന്നുണ്ട്. ഇത് ഏത് ഓട്ടോയാ ശാരദാമ്മേ? ഓട്ടോ ശ്രീ എന്നോ ഇങ്ങനെയാണല്ലോ പേരെഴുതിയിരിക്കുന്നത്. ഇത് ആരുടേതാ എന്നിങ്ങനെ പറയുമ്പോൾ പെട്ടെന്ന് ഓട്ടോയിൽ നിന്നും വിഷ്ണുവും കമലനും ഇറങ്ങി വരുവാണ്. അയ്യടാ, വിഷ്ണുവാണല്ലോ വരുന്നത്. ഇതേതായി പുതിയ ഓട്ടോ? അപ്പോഴേ പപ്പിയും സത്യയും അച്ചാന്നും പറഞ്ഞ് പോകുന്നുണ്ട്. ശാലിനിയും വളരെ സന്തോഷത്തോടെ എളുപ്പം ഇറങ്ങി വരുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ശാരദാമ്മയും ശാലിനിയും ശ്യാമയും കുറുപ്പ് സാറും മക്കളും എല്ലാവരും അങ്ങനെ ഓട്ടോയ്ക്ക് ചുറ്റും വന്ന് നിൽക്കുവാണ്. വിഷ്ണു ചിരിച്ചോണ്ട് പറയുക, ഇത് ഞാനെടുത്ത ഓട്ടോറിക്ഷയാണ്. സത്യമോള് ചോദിക്കുന്നു, അച്ഛാ ശരിക്കും ഇത് നമ്മുടെ ഓട്ടോയാണോ അച്ഛാ? എങ്ങനെയുണ്ട് നമ്മുടെ ഓട്ടോ? എൻ്റെ മക്കൾക്ക് ഇഷ്ടമായോ? ശാലിനി പറയോ, അമ്മേ ആ ഓട്ടോയിൽ എഴുതിയേക്കുന്ന പേര് കണ്ടോ? ഓട്ടോ ശ്രീ. ശാരദാമ്മ പറയുന്നു, ഓട്ടോയുടെ പേര് കൊള്ളാം. കമലം പറയുക, ഈ കുടുംബശ്രീ എന്ന് പറയുന്നത് എളുപ്പത്തിൽ തന്നെ പറയാം, ഓട്ടോ ശ്രീ. അങ്ങനെ വിഷ്ണു തേങ്ങായും കർപ്പൂരവും ഒക്കെ വെച്ച് ശാരദാമ്മയുടെ കയ്യിലോട്ട് കൊടുക്കുവാണ്. അമ്മ ഈ വണ്ടി ഒന്ന് പൂജിച്ചെന്ന്. അയ്യോ മോനെ, അത് വേണ്ട, അമ്പലത്തിൽ കൊണ്ടുപോയാണ് ആദ്യം പൂജിക്കേണ്ടത്. അമ്പലമായാലും വീടായാലും ഒന്നു തന്നെ ശാരദാമ്മേ, അത് ചെയ്യുന്നവരുടെ മനസ്സാണ് വലുത്. ശാരദാമ്മയുടെ ഈ കൈകൊണ്ട് എൻ്റെ ഓട്ടോയൊന്ന് പൂജിച്ചാൽ അതിൻ്റെ ഐശ്വര്യം ഒന്ന് വേറെ തന്നെ ആയിരിക്കും. കുറുപ്പ് സാറ് പറയുക, കുടുംബശ്രീ സാരഥയുടെ കൈകൊണ്ട് അനുഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അന്നത്തിന് മുട്ടുവരില്ലെന്ന് ഞാൻ ഉറപ്പ് തരാം. അന്നത്തിന് വേണ്ടിയാണല്ലോ നമ്മളെപ്പോലുള്ള സാധാരണക്കാരൊക്കെ ജോലി ചെയ്യുന്നത്. അങ്ങനെ നോക്കുമ്പം വിഷ്ണുവിൻ്റെ ഈ വാക്കുകൾ എന്തുകൊണ്ടും ശുഭമായ കാര്യത്തിലുള്ള സൂചനയാണ്. അങ്ങനെ സന്തോഷത്തോടെ ശാരദാമ്മ ആ കർപ്പൂരവും തേങ്ങായും ഇങ്ങനെ വാങ്ങിക്കുവാണ്. കുറുപ്പ് സാറ് പറയുന്നു, ആ കർപ്പൂരം ഒന്ന് കത്തിച്ചു കൊടുക്കുമോനെ. എങ്കിലേ ആ കർമ്മം നിർവഹിക്കേണ്ടത് കുറുപ്പ് സാറാ. എനിക്ക് ലഭിക്കാതെ പോയ ഒന്നാണ് ഈ വിദ്യാഭ്യാസം. അപ്പോൾ മാഷിനെ പോലെയുള്ള ഒരാൾ ഈ തിരി കൊളുത്തുമ്പോഴേ എൻ്റെ ആ ഒരു കുറവും അങ്ങ് മാറിക്കിട്ടും. കുറുപ്പ് സാർ പറയുക, മോനെ നിൻ്റെ ഈ നല്ല മനസ്സ് തന്നെ ആ മോനെ നിൻ്റെ ഈ അറിവും എന്നും പറഞ്ഞ് കുറുപ്പ് സാർ ആ തിരി കൊളുത്തുന്നുണ്ട്. അങ്ങനെ ശാരദാമ്മയെ ഓട്ടോ പൂജിക്കുന്നുണ്ട്. കമലനാണെങ്കിൽ ആ തേങ്ങ വാങ്ങി ചടിച്ച് ഉടയ്ക്കുന്നുണ്ട്. എന്നിട്ട് പപ്പിമോളും സത്യമോളും ശാലിനിയും കൂടെ ഓട്ടോറിക്ഷയിൽ കയറി ഇങ്ങനെ കറങ്ങാനായിട്ട് പോവാണ്. ഇത് ശ്യാമയ്ക്ക് കണ്ടിട്ട് ഭയങ്കര സങ്കടം തോന്നുന്നുണ്ട്.
അച്ഛാ നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? അത് നമ്മൾ അമ്പലത്തിലോട്ടാ പോകുന്നത്. ശാലിനി ചോദിക്കുന്നു, വിഷ്ണുവേട്ട അച്ഛൻ്റെ അമ്മയുടെ അടുത്തോട്ട് പോകണ്ടേ? അതാദ്യം നമ്മൾ അമ്പലത്തിൽ പോയിട്ട് പിന്നെ നമുക്ക് വീട്ടിലോട്ട് പോകാം. സത്യാമ്മയ്ക്ക് ഫുഡ് കോമ്പറ്റീഷന് കിട്ടിയ 10 ലക്ഷം രൂപ വീട്ടിൽ വെച്ചാൽ അതൊരു സേഫ്റ്റി അല്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നൂർജഹാൻ പറഞ്ഞതനുസരിച്ച് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് പോവാണ്. രാഘവേട്ടനോട് ഒരുങ്ങണേന്ന് പറഞ്ഞിട്ടും രാഘവേട്ടൻ കൊച്ചുകുട്ടിയെ പോലെ ഒരുങ്ങാതെ വാതുക്കൽ ഇങ്ങനെ ഇരിക്കുവാണ്. നമ്മളിങ്ങനെ ഒരുങ്ങാതിരുന്നാൽ ആ കുട്ടി വിചാരിക്കത്തില്ല എന്തോ നമ്മൾ അമാന്തം കാണിക്കുവാണെന്ന്. അമാന്തം ഒന്നും കാണിക്കുവല്ല ഭാമേ, ഒരുങ്ങാനൊരു മടി കൊണ്ടങ്ങ് ഇരുന്നതാ. ഞാൻ ഇപ്പം തന്നെ പോയി റെഡിയാകാം എന്നും പറഞ്ഞ് രാഘവേട്ടൻ അകത്തോട്ട് കയറി പോകുന്നുണ്ട്. എന്നിട്ട് അവിടെ ചെന്നുകൊണ്ട് ഭാമേ ഇങ്ങോട്ടൊന്ന് വന്നേ എന്ന് വിളിക്കുമ്പോൾ സത്യഭാമ അകത്തോട്ട് പോവുകയാണ്. നൂർജഹാൻ വന്നിട്ട് ചോദിക്കുന്നു, സത്യാമ്മേ റെഡിയായോ? ഇല്ല മോളെ, റെഡിയാകുന്നതേ ഉള്ളൂ. എന്നാലേ ഞാനൊരു ഓട്ടോറിക്ഷ വിളിച്ചോണ്ട് വരാം എന്നും പറഞ്ഞ് നൂർജഹാൻ ഓട്ടോറിക്ഷയ്ക്കായിട്ട് പോവുകയാണ്. ആ സമയത്ത് ഒരു ബൈക്കിൽ 2 ആണുങ്ങൾ, ഇതുവരെയും ആ ഭാഗത്ത് പരിചയമില്ലാത്തവരാണ്. അവരൊരു മങ്കി ക്യാപ്പും ധരിച്ചിരിക്കുന്നു. നൂർജഹാൻ അവരെ നോക്കുന്നുണ്ട്, അവർ നൂർജഹാനെ നോക്കുന്നു. എന്തോ ഒരു പന്തുകേട് പോലെ നൂർജഹാന് ഫീൽ ചെയ്യുന്നുണ്ട്. എന്നാലും നൂർജഹാൻ ഓട്ടോറിക്ഷയ്ക്ക് വേണ്ടി പോവുകയാണ്. ആ സമയത്ത് അവർ 2 പേരും സത്യാമ്മയുടെ വീട്ടിലോട്ട് വരികയാണ്. രാഘവേട്ടൻ വിളിച്ചതനുസരിച്ച് സത്യാമ്മ റൂമിനകത്തോട്ട് പോയിരിക്കുവാണ്. റൂമാണെങ്കിൽ തുറന്നും കിടക്കുവാണ്. അപ്പോൾ ഫ്രണ്ട്സ്, അവർ 2 പേരും കള്ളന്മാരാണെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ ആരോഗ്യമില്ലാത്ത രാഘവേട്ടനും സത്യാമ്മയും മാത്രമാണ് ആ വീട്ടിലുള്ളത്. അവന്മാരെ ചെറുത്തു നിൽക്കാനുള്ള ആരോഗ്യം സത്യാമ്മയ്ക്ക് ഉണ്ടാകുമോ? അപ്പോൾ ഫ്രണ്ട്സ്, ഫുഡ് കോമ്പറ്റീഷന് സത്യാമ്മയ്ക്ക് 10 ലക്ഷം രൂപ കിട്ടിയത് അത് വീട്ടിലുണ്ടാകുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ആ കള്ളന്മാരവിടെ വന്നിരിക്കുന്നത്. ആ സമയത്ത് നമ്മുടെ വിഷ്ണു അങ്ങോട്ട് വന്ന് ആ കള്ളന്മാരെ പിടിക്കുമോ എന്നൊക്കെയുള്ള റിവ്യൂമായി നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.